മയ്യത്ത് പെട്ടിയിൽ കംനായി ഇല്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എറിഞ്ഞോടിച്ച് ഇറാൻ. വലിയ രീതിയിലുള്ള വാക്കുപയറ്റുകളാണ് ഇപ്പോഴത്തെ ഇറാനിലെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു തരത്തിലും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നുണബോംബുമായും എല്ലാ കഥകളുമായിട്ടും ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ ദിവസത്തിലും ഇദ്ദേഹം അയാളുടെ സോഷ്യൽ ട്രൂത്ത് വഴി പ്രചരിപ്പിക്കുന്ന നുണബോംബ് എന്താണ് എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്ന ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിലാപയാത്ര ചരിത്രത്തിൽ ഇതിന് സമാനമായ രീതിയിൽ മറ്റൊന്ന് ജോൺ പോൾ മാർപ്പാപ്പയുടേത് പോലും ഇല്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ അതിൽ അരിശം പൂണ്ട അമേരിക്കയുടെ പ്രസിഡന്റ് എല്ലാ കഥകൾ പടച്ചു വിടുകയാണ്. അയാൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മതപരമായ രീതിയിൽ എംബാം ചെയ്തുകൊണ്ട് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ ഒരു മൃതദേഹം അല്ലെങ്കിൽ മയ്യത്ത് സൂക്ഷിക്കുക എന്നുള്ളത് മത നിയമ വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആത്മീയ നേതാക്കൾ അനുവദിക്കുകയില്ല. ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് തന്നെ ഒരുപക്ഷെ അന്നോ അതിന് പിറ്റേ ദിവസം അടക്കം ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ കൊണ്ട് നടക്കുന്നത് കാലിയായിരിക്കുന്ന ബോക്സാണ്, അതിൻ്റെ അകത്ത് കംനായി ഇല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനെതിരെയാണ് വൈകാരിക തലത്തിലൂടെ പ്രതികരിച്ച് മതപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാതെയാണ് ഈ പൊണ്ണൻ സംസാരിക്കുന്നത് എന്നാണ് ഇറാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എംബാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എംബാം ചെയ്തുകൊണ്ട് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അത് എംബാമിങ് എന്ന് പറയുന്ന സമയത്ത് ശരീരത്തിൻ്റെ വിഘടനം വൈകിപ്പിക്കാൻ വേണ്ടി പ്രത്യേക രാസവസ്തുക്കൾ രക്തക്കുഴലിലൂടെ നൽകി വരുന്ന പ്രക്രിയയാണ് ഈ സംഭവം. അതിൽ ചിലതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ശരീരത്തിലെ രക്തങ്ങൾ മാറ്റിയെടുക്കും, വലിച്ചെടുക്കും, എന്നിട്ട് അതിന് പകരം രാസവസ്തുക്കൾ അതിൽ നിറക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് എംബാം ചെയ്യുന്നത്. പലതരത്തിലുണ്ട്, 2-3 രീതി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് തരത്തിലാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വന്നിട്ടില്ല. എന്നിട്ട് ശീതീകരിച്ച മോർച്ചറിയിൽ അത് സൂക്ഷിക്കുക. 2 മുതൽ 4% വരെ തണുപ്പിലാണ് കഴിഞ്ഞ 125 ദിവസമായിട്ട് ഇദ്ദേഹത്തെ കടത്തിയത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഒരു ഗവൺമെൻറ് ഔദ്യോഗികപരമായ രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിൽ സന്ദേഹിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ശത്രുക്കൾ മാത്രമേ അതിൽ സന്ദേഹങ്ങൾ നടത്തൂ, അവർ മാത്രമേ എതിർപ്പുകൾ പ്രകടിപ്പിക്കൂ. സ്വാഭാവികമാണ്. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുന്നു. ചടങ്ങുകൾക്കിടയിലും യാത്രക്കിടയിലും മൃതദേഹം നിയന്ത്രിത താപനിലയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മയ്യത്ത് വഹിച്ചുകൊണ്ടുള്ള ബോക്സിൻ്റെ അകത്തും കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ചുരുക്കം. അങ്ങനെയാണ് അത്. ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, കൂടെ മരണപ്പെട്ട 4 പേരുടേത്, ചെറിയൊരു കുട്ടിയടക്കം 12 മാസങ്ങാനായിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ മതപരമായിരിക്കുന്ന നിയമവ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു വിശദീകരണ കുറിപ്പ് നൽകുന്നു. അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മരിച്ച വിശ്വാസിയുടെ ശരീരം മുറിക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മുറിവേൽക്കുന്നതിനേക്കാൾ മാരകമാണ്. അതൊരിക്കലും മതപരമായി അംഗീകരിക്കുകയില്ല. എന്നാൽ അതിൻ്റെ മറ്റൊരു വശമുണ്ട്. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ നിർബന്ധിത സാഹചര്യത്തിലോ അതല്ലെങ്കിൽ മരണം, കൊലപാതകം, വാഹനാപകടം പോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു സംശയാസ്പദമായിരിക്കുന്ന രീതിയിൽ സംഭവം നടക്കുന്ന സമയത്തോ മതം അതിന് അനുവാദം നൽകുന്നു. 2 തരത്തിൽ അനുവാദം നൽകുന്നു. ഒന്ന്, ഇത്തരം സംഭവങ്ങൾ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ മരിച്ചു എന്ന് സംശയിക്കുന്നു. ആ മരണം സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ് എന്നാണെങ്കിൽ അതിന് ഇസ്ലാം അനുവദിക്കും. അതാണ് ഒന്ന്. രണ്ടാമത്തത്, അവരവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് ആ രാജ്യം നിയമം വെച്ചത് എങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നു. അങ്ങനെ 2 രീതികളുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരിക്കലും ഇസ്ലാം പറയില്ല. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. അത് സോഫ്റ്റാണ്, അത് ലളിതമാണ്, അത് ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ്. അതിൻ്റെ വ്യാകരണ കാര്യങ്ങൾ ഓരോന്നായിട്ട് കൃത്യമായ രീതിയിൽ ഇറാൻ പറയുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം അനുവദനീയമല്ല. അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതിന് വിടുതികളുണ്ട്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ, ഇസ്ലാമിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളിലും ഇത് തന്നെയാണ്.
ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ്. കാരണം സാധാരണക്കാരൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇയാൾ മരണപ്പെട്ടതാണ് എന്ന് കൊലപാതകം പോലെയുള്ള സംവിധാനത്തിലൂടെ മരണപ്പെട്ടു എന്ന് ആർക്കും സംശയ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. എന്നാൽ അവിടെ റൂമിൻ്റെ അകത്ത് ഒരാൾ മരണപ്പെട്ടുവെങ്കിൽ മരണം സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം അല്ലാതെ മറ്റൊരു വഴി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ മതത്തെക്കുറിച്ച് കൃത്യമായി ഈ രണ്ട് വിഭാഗമായിട്ടൊക്കെയാണ് ട്രംപ് സംസാരിക്കുന്നത്. സുന്നി വിഭാഗം കണിശമായ രീതിയിൽ ആ സമയത്ത് തന്നെ അടക്കം ചെയ്യുന്നു, എന്നാൽ ഷിയ വിഭാഗം അത് വൈകിപ്പിക്കുന്നു, അത് തെറ്റാണ് എന്നൊക്കെ പറയുന്നു. ഈ സുന്നി എന്താണ്, ഷിയാണ് എന്താണെന്ന് ട്രംപിന് അറിയില്ലല്ലോ. അതിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് പ്രവാചകർ മരണപ്പെട്ട സമയത്ത് മദീനയിലാണ് മരണപ്പെട്ടത്, ആയിഷാബിയുടെ വീട്ടിലാണ് മരണപ്പെട്ടത്, നമുക്കറിയാവുന്നതാണ്. അവരെ അടക്കം ചെയ്തത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതൊരു പ്രത്യേക സാഹചര്യങ്ങളും അവസ്ഥയുണ്ട്. തിങ്കളാഴ്ചയാണ് പ്രവാചകൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തെ പ്രവാചകരെ അടക്കം ചെയ്യുന്നത് ബുധനാഴ്ചയാണ്, 2ാമത്തെ ദിവസമാണ്. തിങ്കളില്ല, ചൊവ്വയില്ല, ബുധനാഴ്ചയാണ്. അവിടുത്തെ ഖിലാഫ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്നവർക്ക് മയ്യത്ത് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ മരണപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മതപരമായിരിക്കുന്ന രീതി നോക്കുന്ന സമയത്ത് വല്ലാതെ വൈകാതെ 24 മണിക്കൂറെങ്കിൽ 24 മണിക്കൂറിൻ്റെ ഇടയിൽ തന്നെ അടക്കം ചെയ്യണം. ഇനി വിദേശ രാജ്യത്തും നമ്മുടെ നാട്ടിലും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ചില കാര്യത്തിലൊക്കെ. ആ വ്യത്യാസം എന്ന് പറയുന്നത് മയ്യത്ത് പ്രദർശിപ്പിക്കുന്നു, എന്നിട്ട് എല്ലാവരും വന്നിട്ട് മയ്യത്തിനെ കാണുന്ന, മുഖം കാണുന്ന ഒരു പ്രവർത്തനങ്ങൾ. അത് മതപരമായ രീതിയിലൊരു നിയമമൊന്നുമല്ല, അത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നിവിടെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഒരു മയ്യത്തിൻ്റെ മുഖം കാണുന്നത് അതൊരു സുന്നത്തിൻ്റെ കൂലിയോട്ട് കിട്ടാനുമില്ല. അത് പിന്നെ ഒരു ചടങ്ങായിട്ടോ ഒരു കർമ്മമായിട്ടോ ഒരു പിന്തുടർച്ചയായിട്ടോ ചെയ്തുകൊണ്ട് വരുന്നു എന്ന് മാത്രം. അറേബ്യൻ രാജ്യങ്ങൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് എങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ മുഖം കാണിക്കുന്ന അങ്ങനത്തെ യാതൊരു പ്രവൃത്തിയുമില്ല. ഇവിടെ പള്ളിയിലേക്ക് വരുന്നു, അവിടുന്ന് മനസ്കാരം നടക്കുന്നു. മനസ്കാരം നടത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബന്ധുക്കളും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കമ്മിറ്റി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടക്കം ചെയ്യുന്നു. അവിടെ അതിനും കോർപ്പറേഷനെ പോലെയുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രത്യേകമായിരിക്കുന്ന ഒരു ടീമിനെ വെച്ചിട്ടുണ്ട്, അവരാണ് അടക്കം ചെയ്യുക. നമുക്ക് അതിനെ കൂടെ ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ നേരെ മയ്യത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്നു, അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, അതിനെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് ചെയ്യുന്നു. അപ്പോൾ കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും ഗവൺമെൻറ് തലത്തിൽ നിയോഗിക്കപ്പെട്ട പ്രത്യേകമായിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. നമുക്കതിനെ അനുകരിക്കാം, അതിൻ്റെ കൂടെ പോവാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നിർബന്ധമായിട്ട് കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കാം, നമുക്ക് ചെയ്യാം എന്ന് മാത്രം. അത് ചെയ്യാൻ ആളുണ്ട് എന്ന് ചുരുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലെത്തുന്ന സമയത്ത് രീതിക്കൊക്കെ മാറ്റം വന്ന് എല്ലാ പ്രവൃത്തികളും ബന്ധപ്പെട്ടവരോ നമ്മളോ ചെയ്യുന്നു. എന്നിട്ട് ഒരു നിശ്ചിത ദിവസം നമ്മളത് പ്രദർശിപ്പിക്കും, ഒരു സമയം കാണാൻ വേണ്ടി നിൽക്കുന്നു, എല്ലാവരും കാണുന്നു. അങ്ങനെയൊക്കെയല്ല അതിൻ്റെ രീതികൾ. ആ രീതികളൊന്നും മതപരമായ രീതിയിൽ ശരിയല്ല എന്നല്ല, അങ്ങനൊന്നും അനുവദനീയമൊന്നുമില്ല. ചെയ്യുന്നവർക്ക് ചെയ്യാം എന്ന് മാത്രം. ഈ കാര്യങ്ങളൊക്കെ സുന്നി ആശയവും ഷിയാക്കളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെയൊക്കെ ഒരു വിശദീകരണ കുറിപ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതിൽ ഈ ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും പരാമർശിച്ചു പോകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെ മരിച്ച വിശ്വാസിയുടെ ശരീരം മുറിക്കുന്നത് ജീവിച്ചിരിക്കുന്ന വിശ്വാസിയുടെ ശരീരത്തിന് മുറിവേൽക്കുന്നതിനേക്കാൾ മാരകമാണ്, ഒരിക്കലും അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ കംനായുടെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് തങ്ങളുടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കംനായുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെല്ലാം കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മാത്രം ഇറാന് ശക്തിയും പക്വതയുമുണ്ട് എന്ന് ലോകം അംഗീകരിച്ചതാണ്. എന്തെങ്കിലും വിവരക്കേടുകൾ അങ്ങനെ വിളിച്ചു കൂവുന്നതിന് ഞങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യം പോലും ഇല്ല എന്നവർ പറയുന്നു. കാലിപ്പെട്ടി വഹിച്ചു കൊണ്ട് ഒരു കൂട്ടം ആളുകൾ നഗരത്തിലൂടെ നടക്കുന്നത് ഞാൻ കാണുന്നു. അതിൻ്റെ അകത്താണെങ്കിൽ ആരുമില്ല, വെറുതെ ഈ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെയൊക്കെയാണ് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശം. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് മറ്റൊരു രാജ്യത്തിൻ്റെ ആത്മീയ നേതാവും അവിടുത്തെ സുപ്രീം ലീഡറുമായിരിക്കുന്ന ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ഇത്രയും അപമാനിതമായ രീതിയിൽ സംസാരിക്കുമ്പോൾ എന്താണെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന്.